ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവയാനിയുടെ സ്വപ്നമാണ്. അപ്പോൾ ദേവയാനി ചിന്തിക്കുകയാണ്, നാനയോട് പറയുന്നതായിട്ട്, ഇത്രയും കാലമായിട്ട് ഇങ്ങനെയൊന്നും ഇല്ലാത്തതിനെ പറ്റി ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോൾ വിഷമിക്കുകയല്ല, സന്തോഷിക്കുക വേണ്ടത്. എത്രയും പെട്ടെന്ന് ആദർശിനെയും കൂട്ടി നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയി കാണണം. പിന്നെ ഡോക്ടറെ കണ്ടെന്നും പറഞ്ഞ് റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല. ദേവയാനി നാനയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറയാണ്, മോളൊരു അമ്മയാവാൻ പോവാ. അത് കണ്ട് നാനയ്ക്ക് നല്ല എന്തെന്നില്ലാത്ത സന്തോഷം തോന്നാണ്. എന്നിട്ട് ദേവയാനി നേരെ ഓടിപ്പോയത് ആദർശിൻ്റെ അടുത്താണ്. ആദർശ് എന്തോ ലാപ്ടോപ്പിൽ ചെയ്യുവാണ്. നീ ഇങ്ങനെ 24 മണിക്കൂറും ഇതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നോ? ഇവിടെ നടക്കുന്നതൊന്നും നിനക്കറിയണ്ടല്ലോ. എന്ത് പറ്റിയമ്മേ? എന്ത് പറ്റിയെന്നോ? എടാ മോനെ, നീ ഒരു അച്ഛനാവാൻ പോവാ. ആദർശ് സന്തോഷത്തോടെ അവിടെ നിന്ന് എണീക്കാണ്. അപ്പോൾ ദേവയാനി വീണ്ടും ചിരിച്ചുകൊണ്ട് പറയാണ്, നീ ഒരു അച്ഛനാവാൻ പോവാന്ന്. നമുക്ക് തലചുറ്റലും മനംപുരട്ടലും ഒക്കെ തുടങ്ങി. എത്രയും പെട്ടെന്ന് നീ മോളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകണം. റിസൾട്ട് എന്തായാലും മാറാനൊന്നും പോകുന്നില്ല. ഞാനൊരു മുത്തശ്ശിയാവാൻ പോവുക. ദേവയാനിക്ക് എന്തെന്നില്ലാതെ സന്തോഷമാണ്. ദേവയാനി അതൊക്കെ കണ്ട് സ്വപ്നം കണ്ട് എണീറ്റ് ബെഡിലിരുന്നുകൊണ്ട് ചിരിക്കുക. അതിമറന്ന ചിരി കണ്ടാണ് ആദർശിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവൾക്ക് എന്താ ഇത്ര സന്തോഷം? ഓ, എൻ്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? എന്താ ഇത്ര സന്തോഷം? എന്തിനാ ചിരിക്കുന്നേ? ചിരിച്ചോ? ആര് ചിരിച്ചു? എപ്പോൾ ചിരിച്ചു? അത് കൊള്ളാം. ഞാനിങ്ങോട്ട് വന്നപ്പോൾ താനെന്തോ ആലോചിച്ചുകൊണ്ട് ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് കോമഡിയാണ് ആലോചിച്ചെങ്കിൽ അതൊന്ന് പറഞ്ഞേ, ഞാനും കൂടി ഒന്ന് ചിരിക്കട്ടെ. സത്യം പറയാലോ, മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് കുറേ നാളായി. ചിരിച്ചതും കരഞ്ഞതും ഒക്കെ ഓർത്ത് വെച്ചിരിക്കുക. നിന്റെ മനസ്സിലിപ്പോൾ എന്തോ കടന്നുകൂടി എന്നുള്ള കാര്യം ഉറപ്പാ. അതെന്തായാലും നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ആലോചിച്ചതേ, അന്ന് നമ്മൾ ടൂർ പോയതിനെ പറ്റിയാ. എന്ത്? അല്ല, അത് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂന്നാറിൽ പോയത് ഓർമ്മയില്ലേ? ഓ, അതിപ്പോഴും ഓർക്കുകയാണോ? അന്ന് ചേട്ടൻ കാല് തെറ്റി വീണായിരുന്നല്ലോ, അതോർത്തതാ. അത് ശരി. അപ്പോൾ ഭർത്താവ് കാല് തെറ്റി വീണത് ഓർത്തിട്ടാണോ ചിരിച്ചത്? അന്ന് പേടിച്ചെങ്കിലും പിന്നീടത് നമ്മൾ കുറേ നാൾ പറഞ്ഞ് ചിരിച്ചില്ലേ? തട്ടി വീണയാൾ എഴുന്നേൽക്കും, വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും. അവസാനം പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വന്ന താനും എൻ്റെ ദേഹത്ത് വീണു. ഇപ്പം ചേട്ടൻ ചിരിക്കുന്നില്ലേ? അതാ ഞാൻ കണ്ടത്. അത് തന്നെയാണ് എന്നെയും ചിരിപ്പിച്ച്. പഴയതൊക്കെ ഓർത്തെടുക്കുകയാണല്ലേ. പിന്നീട് അച്ഛൻ ബിസിനസ് തിരക്കിൽ നിന്നും മാറി നിന്നപ്പോൾ ഞാൻ ജോലി തിരക്കിലായി. അച്ഛൻ്റെ കാര്യം അങ്ങനെ തന്നെ. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ ബിസിനസ് ഏറ്റെടുത്തതുകൊണ്ട് ഇപ്പം കുറച്ച് ഫ്രീ ആയി. നമുക്ക് ഒന്നുകൂടെ അത്രയും യാത്രകളൊക്കെ സംഘടിപ്പിച്ചാലോ? തനിച്ച് പോകണ്ട, അജയനെയും ജാനകിയെയും വിളിക്കാം. പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് തന്നെ പോയാൽ മതി. ആദർശ് എന്തായാലും വേണം. അങ്ങനെ എല്ലാവരും കൂടി പോയാൽ കമ്പനിയുടെ കാര്യങ്ങൾ ആര് നോക്കും? ഇപ്പോൾ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ നട്ടല് നമ്മുടെ മോനാ. മാത്രമല്ല, ആദർശ് വരുമ്പോൾ നാനയും വരില്ലേ? എൻ്റെ മരുമോള് വരുന്നത് നിനക്കിഷ്ടമല്ലല്ലോ. ആദർശ് അവളില്ലാതെ വരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ദേവാനി മനസ്സിൽ ചിരിച്ചുകൊണ്ട് പറയാം. ഇപ്പം രണ്ടാളും ഒന്നിച്ചല്ലേ ടൂർ പോയിരിക്കുന്നേ? അത് നീ പറഞ്ഞിട്ടല്ലേ പോയത്? നമ്മൾ പോകുമ്പോൾ ആദർശിനെയും കൂട്ടുവാണെങ്കിൽ അവൾ വരണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കും. പിന്നെ അവളെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? നീ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവൾ വരില്ല. പക്ഷേ അത് ശരിയല്ലെന്നേ ഞാൻ പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പോകാമെന്ന്. അപ്പോൾ പിന്നെ പരാതി ഉണ്ടാവില്ലല്ലോ. പിന്നെ അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദർശിനോട് ടൂർ പോകാൻ ഞാൻ പറഞ്ഞത്. അങ്ങനെ അവളുമായിട്ട് അവൻ പോയി കഴിഞ്ഞാൽ അത്രയും ദിവസം അവളെ കാണാതിരിക്കാമല്ലോ. ഇത്രയും വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ പിന്നെ നാനമോളെ വിളിച്ചുകൊണ്ട് വന്നത്? അതിൻ്റെ കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണല്ലോ. എൻ്റെ മുന്നിൽ ഇപ്പോഴുള്ളത് മരുമകളല്ല, മകനാ. അവൻ്റെ സുഖവും സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി മാത്രമാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അല്ലാതെ അതിൻ്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും ഇല്ല. ദേവയാനി ചിരിച്ചുകൊണ്ട് മുഖം തിരിക്കുകയാണ്. അതായത് ആദർശിൻ്റെ അച്ഛൻ കാണണ്ട എന്നുള്ള രീതിയിൽ. നമ്മുടെ മകൻ്റെ സന്തോഷം അവൻ്റെ ഭാര്യയാണെങ്കിൽ അവളെ നമുക്കും സ്നേഹിച്ചൂടെ? അവൾ അകന്നു നിൽക്കുന്നത് താങ്ങാൻ പറ്റില്ല എന്ന് നമ്മളെ മോന് പറയുന്നുണ്ടെങ്കിൽ, അത് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, അങ്ങനെയുള്ള മരുമകളെ നമ്മൾ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്. ചേട്ടൻ ചേർത്ത് പിടിച്ചോ, എന്നെ അതിനൊന്നും കിട്ടില്ല. ദേവയാനി ചിരിച്ചുകൊണ്ട് അവിടെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പിന്നാലെ വന്നിട്ട് ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയെയുമാണ്. നയന കണ്ണാടിയിൽ കരികിൽ പോയി എന്നപ്പോൾ ആദർശം പിന്നാലെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്താ ഇത് ആദർശേട്ടാ? വീട്ട് ഞാൻ എൻ്റെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്.
എന്ന് പറഞ്ഞ് രാപ്പകലില്ലാതെ സ്നേഹിക്കണോ? നമ്മളെ ഉടനെ മടങ്ങിപ്പോവും. അതുവരെ നമ്മുടെ മുന്നിൽ രാവും ഇല്ല പകലും ഇല്ല. ഏത് സമയവും നമുക്ക് ഒരുപോലെയാ. ഞാനറിയാം, ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അസുഖക്കാരനെ ആദർശേട്ടനാ. ആര് പറഞ്ഞു ഞാൻ മാത്രമാണ് അസുഖക്കാരെന്ന്? നീ എൻ്റെ അമ്മയ്ക്ക് കരൾ പകത്തു കൊടുത്തിട്ട് നിൽക്കുക. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പഴയതിനേക്കാളും ആരോഗ്യവതിയാണ് എന്ന് നീ പറയുന്നതല്ലേ, അത് ഞാൻ സമ്മതിച്ചു തരണോ? അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുക മകനെ നന്നായിട്ട് നോക്കണമെന്ന്. തണുപ്പുള്ളത് കൊണ്ട് ശ്വാസം മുട്ടൽ വരുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. എത്ര വലിയ ശ്വാസം മുട്ടൽ വന്നാലും എൻ്റെ അരികിൽ എൻ്റെ ഭാര്യയുണ്ടല്ലോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലെന്ന് എൻ്റെ അമ്മയ്ക്കറിയാം. അമ്മമാർ എപ്പോഴും മക്കളെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോഴേക്കും ആദർശിൻ്റെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ആദർശ് ഫോൺ എടുത്തിട്ട് പറയാണ്, അമ്മയാ. അപ്പം ഞാൻ അമ്മയെക്കുറിച്ച് ഓർക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴേക്കും അമ്മ വിളിക്കുന്നുണ്ടല്ലോ. അതാ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം. അമ്മേ എഴുന്നേറ്റില്ലായിരുന്നോ? ഇപ്പോൾ 8 മണിയായില്ലേ അമ്മേ? പിന്നെ എഴുന്നേൽക്കത്തില്ലേ? ഗുളികയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകും. അടുത്ത് അമ്പലമൊന്നുമില്ലേ? ഇല്ല, അറിയില്ല. ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം നന്നാവുമെങ്കിൽ നന്നാവട്ടെ. അതിന് അവളുടെ സ്വഭാവത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ മതിയോ? മറ്റുള്ളവർക്ക് കൂടി തോന്നണ്ടേ? അമ്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി എന്തൊക്കെയോ കഴിപ്പിക്കണം എന്നവൾ പറയുന്നത് കേട്ടു. എന്നെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. രണ്ടാൾക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. എന്ന് വെച്ച് അത് ദുരുപയോഗം ചെയ്യരുത് കേട്ടോ. കുന്നിൻ്റെ മുകളിലൊന്നും വലിഞ്ഞു കയറരുത്. ഇവിടെ കുന്നുകളൊക്കെയുള്ള പ്രദേശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കുന്നിൻ്റെ മുകളിലൊന്നും കയറുന്നതിന് പ്രയാസമില്ല അമ്മേ. പക്ഷേ നയനയ്ക്ക് പ്രയാസമായിരിക്കും. എനിക്ക് പ്രയാസമൊന്നുമില്ല. അതാ അവൾക്കും പ്രയാസമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതൊന്നും വേണ്ട. ശരീരാനയ്ക്ക് കുന്നുമലൊന്നും കയറണ്ട. നയന കയറണ്ടെന്നാണോ അതോ ഞാൻ കയറണ്ടെന്നാണോ? നീ തന്നെ. തണുപ്പിൽ കുന്ന് കയറുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കേട്ടോ ഞാൻ പറഞ്ഞത്? കേട്ടമ്മേ. റിസ്ക്കുള്ള യാത്രകളൊക്കെ ഒഴിവായിക്കൊള്ളാം പോരെ. അവിടെ എത്തിയിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. ഇന്ന് രാവിലെയും വിളിച്ചില്ല. കൂട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ. അയ്യോ അമ്മേ, ഇന്നലെ രാത്രി ഞങ്ങൾ വിളിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഒട്ടും നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വിളിച്ചില്ലേലും കുഴപ്പമില്ല. നീ നിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. അത് പറയാനാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. ശരി അമ്മേ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നയന പറയാണ്, ഞാൻ ഇന്നലെ ഒരുപാട് തവണ പറഞ്ഞതല്ലേ അമ്മയെ വിളിക്കണം എന്ന്. വിളിച്ചപ്പോൾ കിട്ടാഞ്ഞിട്ടല്ലേ? ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ. അപ്പോൾ മറ്റു കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ. എൻ്റെ മോളെ, വിവാഹം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു യാത്ര ആദ്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. ആ നേരത്ത് ആരായാലും കുറച്ച് സ്വാർത്ഥതയൊക്കെ കാണിക്കും. അതേ, എനിക്കൊപ്പം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ആദർശിനോട് പറയാം. അല്ലെങ്കിൽ ഞാൻ ആദർശേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയെന്ന് അമ്മ പറയും. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ പിന്നെ ഇതുപോലുള്ള യാത്രയ്ക്കൊന്നും അമ്മ സമ്മതിക്കില്ല. എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം. പോരെ? എവിടെ ശ്രദ്ധിക്കാനാ? ഇപ്പോഴും കണ്ടില്ലേ, ഒരു നിയന്ത്രണവും ഇല്ല. എന്തായാലും അമ്മ വിളിച്ചു കഴിഞ്ഞു, ഇനി നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത അമ്പലമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അടുത്ത് അമ്പലമുണ്ടോയെന്ന് ചോദിക്കേ. അങ്ങനെയല്ലേ അമ്മ പറഞ്ഞത്? അമ്മ പറയുന്നതൊക്കെ നിനക്കിപ്പോൾ ഊഹിക്കാം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് മറുപടി കൊടുക്കുമ്പോൾ അറിയാലോ അങ്ങനെ ഇങ്ങോട്ടുള്ള ചോദ്യം എന്താണെന്ന്. ശരി, എന്നാൽ പിന്നെ റിസപ്ഷനിൽ വിളിച്ചിട്ട് അവിടെ അടുത്ത് അമ്പലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് പോയി തൊഴുതിട്ട് വന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വിശപ്പുണ്ട്. ഇനി എന്തൊക്കെയോ ഫയൽസൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അനാമിക വന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ട് പോവുക? ഏട്ടനില്ലാത്തയാ, അതുകൊണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കണം. ഉത്തരവാദിത്തമുള്ള ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം നീ കാണിക്കുന്നുണ്ടോ? ശരിക്കും നീ കമ്പനിയിലേക്ക് തന്നെയാണോ പോകുന്നത്? ഇപ്പം വലിയ അന്വേഷണത്തിലല്ലേ? പോരി, എൻ്റെ പിന്നാലെ പോരി. ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ വന്ന് വിളമ്പ്. എന്നിട്ട് വഴക്കുണ്ടാക്ക്. എത്തിയെയും കൊണ്ട് ഏട്ടൻ ടൂർ പോയിരിക്കുക. നമ്മൾ പുതുമോടിയാ. നമ്മൾ ഇതുവരെ പുറത്തേക്കൊന്നും പോയിട്ടുമില്ല. ഞാൻ പുറത്തു പോകുന്നത് ഇവിടെ തന്നെ ഇരുന്ന് വഴക്കിട്ടാൽ പോരെ? പുറത്തു പോയി റൂമെടുത്ത് അവിടെ പോയി തലൂടണോ?
ഒരു കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം തീർന്നു. അനാമിക അങ്ങനെ പറഞ്ഞപ്പോൾ അനി ചോദിക്കുകയാണ്, ആര് പറഞ്ഞു തീർന്നു എന്ന്? ഇന്നത്തെ പെൺകുട്ടികൾ പഴയതുപോലെയൊന്നുമല്ല. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു വീടിനകത്ത് വന്നാലേ അങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നവരൊന്നുമല്ല. ഒറ്റക്കേട് വന്നാൽ കൈ കൊടുത്ത് പിരിയും. അതാ പുതിയ നയം. അങ്ങനെ കൈ കൊടുത്തൊന്നും ആരും പിരിയാറില്ല. എങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കും, അതും വാങ്ങിക്കൊണ്ട് പോകും. എന്നാലും ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാം കടിച്ചമർത്തി ആരും ജീവിക്കാറില്ല. ഞാൻ പോകണം എന്നാ നിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയില്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. വീടിനകത്ത് വഴക്കുണ്ടാവരുത്, എനിക്കത്രയേ ഉള്ളൂ. വഴക്കുണ്ടായ വീട്ടിൽ എല്ലാവരും അറിയുമല്ലോ. അസുഖക്കാരനായ നിൻ്റെ മുത്തശ്ശനൊക്കെ വേദനിക്കുമല്ലോ. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുമല്ലോടാ നീ. ഈ സമയത്ത് അതൊക്കെ വേണ്ടിവരും. സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാൻ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും വേണ്ടിവരും. എന്നാൽ എന്നെ അതിന് കിട്ടത്തില്ല. എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിൽ എന്നെ കൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നീ പോയിക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞത്. നിന്റെ വാശി നടക്കാൻ വേണ്ടി വീടിനകത്ത് ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരുത്തിയെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാത്തത്. നീ എന്തിനാടി എൻ്റെ പിന്നാലെ നടന്നേ? ഈ വീട്ടിലെ മരുമകൾ ആവണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടന്നതെന്തിനാ? നീയും നിൻ്റെ അച്ഛനും ഒക്കെ ഈ വീട്ടിലെ ബന്ധുക്കൾ ആവണമെന്ന് ആഗ്രഹിച്ചു. അനന്തപുരി തറവാട്ടിലെ മരുമകളാണ് നീയെന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടി മാത്രം നീയും നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ ബന്ധത്തിന് പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ നമ്മളുടെ കല്യാണത്തിന് മുമ്പേ എനിക്കൊരു കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. നീയുമായി ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണെന്ന്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവനെ സ്നേഹിക്കാൻ എന്നെ കിട്ടില്ല. സ്നേഹിക്കണ്ട. നീ ഇപ്പം എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നവരെ മനസ്സിൽ നിർത്തി കളയാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇതാ അബി എങ്ങോട്ടോ പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അബി വന്നിട്ട് പറയാണ്, എടാ 5-ാം മാസത്തിൽ നീ എനിക്ക് എന്ത് ഗിഫ്റ്റ് തരാനാ ഉദ്ദേശം? അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, നിനക്ക് ഞാനൊരു വാഴപ്പിണ്ടി തരാം. നീ എന്താടാ മനസ്സിൽ പറഞ്ഞേ? ഒലക്കയുടെ മൂട് തരാമെന്നായിരിക്കും. അപ്പോൾ ഒലക്ക ഒരു വീട്ടിലും ഉപയോഗിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ മൂട് തരാൻ പറ്റത്തില്ല. ഓരോരോ ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കേണ്ട ഗതികേടില്ല ഞാനിപ്പോൾ. അറിഞ്ഞൊന്നും നീ തരാറില്ലല്ലോ. അങ്ങനെ തരാൻ മാത്രം ഗുണങ്ങളൊന്നും നിനക്കില്ല. ആദ്യം കുറച്ച് പരിങ്ങലായിരുന്നു നയനയുടെ ജീവിതം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അവർ അടിച്ചു പൊളിക്കുക. അവൾക്ക് അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ. ആദർശ് ചേട്ടൻ കമ്പനിയുടെ MD-യാ. ഞാൻ വെറും ഒരു കൂലിക്കാരൻ. എനിക്ക് അടിച്ചു പൊളിക്കാനുള്ള ശമ്പളമൊന്നും കിട്ടുന്നില്ല. എങ്കിലും 19,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ നീ എവിടെ കൊണ്ടുപോയിട്ടാണ് കളയുന്നേ? ഇത് പെൺകുട്ടിക്കാ കൊടുക്കുന്നേ? എനിക്കെന്താ എൻ്റേതായ ചിലവില്ലേ? എന്തോന്ന് ചിലവ്? ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ഇവിടുന്നല്ലേ. ഇതിനാർക്കും പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ ഈ കിട്ടുന്ന പൈസയൊക്കെ എന്താ ചെയ്യുന്നേ? ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്താ? അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് പെണ്ണുങ്ങൾക്കാ കൊടുക്കുന്നേന്ന്. നിനക്ക് എല്ലാ കാലത്തും ഒരു കാമുകിയെ വേണമല്ലോ. നീ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇല്ലാത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നെ അയ്യപ്പസ്വാമി പരീക്ഷിച്ചത്. ആ പരീക്ഷണത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ ഈ വീട്ടിൽ നിന്ന് കഠിന വ്രതമെടുത്ത് പോകുന്നത് ഞാനായിരിക്കും. നിന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല. വാക്കൊന്ന്, നിൻ്റെ പ്രവൃത്തി മറ്റൊന്ന്. ആ രീതിയിലാണ് നിൻ്റെ പോക്ക്. നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം. അതിനു മുമ്പ് നിൻ്റെ സ്വഭാവം നല്ലതായിരുന്നോ? വിവാഹം കഴിക്കുന്നതിന് മുമ്പാണല്ലോ നീ എന്നെ പ്രേമിച്ചത്. അന്നും ഏട്ടനെ പാര വെച്ചുകൊണ്ടാണല്ലോ നീ വന്നത്. ഏത് നേരവും കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയണ്ട. പല അബദ്ധങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ഒരബദ്ധമാണ് നീ. അങ്ങനെയെങ്കിൽ 5-ാം മാസം ചടങ്ങ് നടക്കുമ്പോൾ നീ ഇവിടെയുള്ള എല്ലാവരോടും പറ എന്നെ ഒഴിവാക്കണമെന്ന്. അത് കേട്ട് അഭിയൊന്ന് ഞെട്ടി. എന്നിട്ടും പറയാണ്, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കെണിയിലാണല്ലോ ഞാനിപ്പോൾ കിടക്കുന്നത്. ഞാൻ ഒഴിവായി പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഈ വീട്ടിലെ ചിലരെങ്കിലും സ്നേഹിക്കും എന്ന്. അതുമാത്രമല്ല, ആ കുഞ്ഞിനും എനിക്കും ജീവിതകാലം മുഴുവനും കഴിയാനുള്ള സ്വത്ത് നിന്റെ ആദർശേട്ടൻ തരുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്നാൽ അതിനുശേഷം നിന്നെയും നിന്റെ അമ്മയെയും ഈ വീട്ടിലുള്ളവർ പ്രതിസ്ഥാനത്ത് തന്നെ നിർത്തും. കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഉപേക്ഷിക്കുന്ന ആൺകുട്ടികൾ ഈ വീട്ടിൽ ഒരു നായയുടെ വില പോലും ഉണ്ടാവില്ല. അതെനിക്ക് ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നീയൊക്കെ രക്ഷപ്പെട്ടു പോയത്. ആ മൂർത്തി മുത്തശ്ശനെ പോലൊരു മുത്തശ്ശനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം എന്നും പറഞ്ഞ് നവ്യ പോവാണ്. നീ നാട് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്ക്. ഇതുപോലെ തലയെടുപ്പും സ്വഭാവമുള്ളൊരു മുത്തശ്ശൻ. മുൻജന്മ സുഹൃതം കൊണ്ടാണ് ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ താമസിക്കുന്ന ആ വീട്ടിലേക്ക് എനിക്കും നയനയ്ക്കൊക്കെ വരാൻ കഴിഞ്ഞത്. എന്നാൽ സ്വന്തം കൊച്ചുമോനല്ലെങ്കിലും
നിന്നെ അങ്ങനെ സ്നേഹിക്കുന്നവരുടെ തണലിൽ ജീവിക്കാൻ കഴിയുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് നീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെ സ്വത്തും പണവും മാത്രമാണ് നീ ഉന്നം വെക്കുന്നത്. അതിനപ്പുറം നിന്റെ മനസ്സിൽ ആരോടും സ്നേഹമില്ല, കടപ്പാടില്ല. 5-ാം മാസ ചടങ്ങ് നടക്കാൻ പോവല്ലേ, അതിനിടയ്ക്ക് വെറുതെ അടിക്കും വഴക്കിനും നിൽക്കണ്ട. മലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കലെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ തെറ്റിച്ച കാര്യം നീ എല്ലാവരോടും പറഞ്ഞില്ലേ? ഓ, നീ മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞത്. ആ നേരത്ത് പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ വീട്ടിലെ എല്ലാവർക്കും അറിയാം നീ വ്രതം തെറ്റിച്ച കാര്യം. എന്നാലും ആദർശേട്ടൻ്റെയും അനിയുടെയും കൂടെ ജീവിച്ചിട്ട് നീ നന്നായില്ലല്ലോടാ. ശരിക്കും വഴിതെറ്റിപ്പോയല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ആൾ.